إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരമകാരുണികനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തിയും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിൽ അനുസരിച്ചു യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ് വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ സന്തോഷങ്ങളെയും സമാധാനങ്ങളെയും ഒക്കെ തേടി അലയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. സന്തോഷങ്ങളും സമാധാനങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ എഴുന്നേറ്റ് രാത്രിയാകുന്നതുവരെയുള്ള നമ്മുടെ നെട്ടോട്ടങ്ങളിൽ അഖിലവും. ചില ആളുകൾ അർത്ഥവത്തായ ജീവിതം കെട്ടിപ്പടുക്കാൻ അതിനുവേണ്ടിയാണ് സമയം ചെലവഴിക്കുന്നതെങ്കിൽ, ചില ആളുകൾ സമാധാനങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നു, അതേപോലെ ലഹരി ഉപയോഗിക്കുന്നു, സന്തോഷ നിർമ്മിതികളായിട്ടുള്ള കുറെ പരിപാടികളിൽ അവർ തലയിടുന്നു, മ്യൂസിക്കുകളിലും സിനിമകളിലുമെല്ലാം വിഹരിക്കുന്നു. ഇനി ഒന്നുമല്ലെങ്കിൽ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ആത്മഹത്യയെങ്കിലും ചെയ്യുന്നു. ഇങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകമായ ഓരോ പൊട്ടൻഷ്യലിലാണ് അവർ സമാധാനത്തെ കാണുന്നത്. ചില ആളുകൾ പണിക്ക് പോകാതെ വെറുതെ കിടന്നിട്ടാണ് സമാധാനം കൊള്ളുന്നതെങ്കിൽ, ചില ആളുകൾ 24 മണിക്കൂറും അധ്വാനിച്ച് സമ്പാദ്യം നേടിക്കൊണ്ട് സമാധാനം നേടുന്നു. സഹോദരങ്ങളെ, ഇവിടെയെല്ലാം ഒരു വിശ്വാസി എന്ന നിലക്ക് ആത്യന്തികമായി സമാധാനം ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി ഏറ്റവും വലിയ സമാധാനം എന്നത് സൂക്ഷ്മതയുള്ള ഒരു ജീവിതം നയിക്കുക എന്നതിലൂടെയാണ്. സൂക്ഷ്മതയുള്ള, ആർക്കും പരിക്ക് പറ്റാത്ത, നമുക്കും പരിക്ക് വരാത്ത, ആർക്കും പ്രയാസങ്ങൾ നമ്മളെ കൊണ്ടുവരാത്ത, നമുക്കും പ്രയാസങ്ങൾ വരാത്ത രൂപത്തിൽ ഏകനായ നാഥനെ ആരാധിച്ചുകൊണ്ടും അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന നല്ല നല്ല സൽസ്വഭാവങ്ങളെ തന്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ടും ഏറ്റവും രസകരമായ രൂപത്തിൽ തന്റെയും തന്റെ കുടുംബത്തെയും തന്റെ സമൂഹത്തെയും മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് അതിലെ ഒരു കല്യായി ഉപദേശകനായി അഭിപ്രായക്കാരനായി അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു മുസ്ലിമായി ജീവിക്കുന്നതിലൂടെ കിട്ടുന്ന സമാധാനത്തെക്കാൾ വലുത് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ലഭിക്കുന്നതല്ല. അങ്ങനെയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. عن عبد الله بن مسعود رضي الله عنه قال اتقوا الله حق تقاته قال النبي صلى الله عليه وسلم പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് അദ്ദേഹം പഠിപ്പിക്കുകയാണ് അൻ യുതാഅ ഫലാ യഅസ വഅൻ യദ്കുറ ഫലാ യൻസ വഅൻ യശ്കുറ ഫലാ യക്ഫുർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിനെ മുറപ്രകാരം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതെ അവൻ അനുസരിക്കുക എന്നതാണ്. അനുസരണക്കേട് കാണിക്കുകയും അനുസരിക്കുകയും ചെയ്യല്ല, അനുസരണക്കേട് ഒട്ടും കാണിക്കാതിരിക്കുകയും എന്നിട്ട് അല്ലാഹുവിനെ അനുസരിക്കുകയും ചെയ്യുക എന്നതാണ്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിസ്മരിക്കാതെ ഓർക്കുക എന്നതാണ്. മറന്നുപോകാനേ പാടില്ല, ഓർത്തുകൊണ്ടേയിരിക്കുകയും വേണം. ഖുർആൻ പറയുന്നില്ലേ, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, അവരെന്നെ ഒരു അല്പമല്ലാതെ ഓർക്കുന്നു പോലും ഇല്ല എന്ന് പറയുന്നു. നമ്മളൊക്കെ അതിൽ പെടുന്നതാണ്. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ, അത്യാസന്ന ഘട്ടങ്ങളിൽ മാത്രം അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും ഒക്കെയും. എന്നാൽ അദ്ദേഹം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അവനെ മറക്കരുത് എന്ന് മാത്രമല്ല, ഫലാ യൻസ, നിങ്ങൾ അവനെ ഓർത്തുകൊണ്ടേയിരിക്കണം. അവനോട് നന്ദി കാണിക്കാതെ അവനോട് നന്ദി കാണിക്കുക, അവനോട് നന്ദികേട് കാണിക്കാതെ അവനോട് നന്ദി കാണിക്കുക. ഒരിക്കലും ഒരു നന്ദികേട് നമ്മുടെ റബ്ബിനോട് നമുക്ക് തോന്നരുത്, ഉണ്ടാകരുത്. അടിക്കടി പരീക്ഷണങ്ങൾ വന്നാൽ, ആവശ്യപ്പെട്ട പ്രാർത്ഥനയിലെ ആവശ്യപ്പെട്ട കാര്യം നടക്കാതെ വന്നാൽ പോലും പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബിനോട് ഒരിക്കലും ഒരു വിമുഖത കാണിക്കാനേ പാടില്ല. ഒരാക്ഷേപം നമ്മുടെ റബ്ബിനെ പറ്റി നമ്മൾ ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാൻ പോലും പാടില്ല. അതിന് പകരം അവനോട് ശുക്ർ ചെയ്യുന്നവരായി ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കല്ലും മുള്ളും കുപ്പിച്ചീളുകളുമുള്ള വഴിയിലൂടെ എപ്രകാരം സൂക്ഷിച്ച് കരുതലോടെ നമ്മൾ സഞ്ചരിക്കുന്നുവോ അതുപോലെ ജീവിതത്തിലുടനീളം എവിടെയും വിട്ടുപോകാതെ എവിടെയും ഒരു പരിക്കും പറ്റാത്ത രൂപത്തിലാണ് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ധർമ്മത്തെയും നമ്മൾ കൊണ്ടുപോകേണ്ടത്. അല്ലാഹു നമ്മോടും നമ്മുടെ മുൻഗാമികളോടും പറഞ്ഞിരിക്കുന്ന വസിയ്യത്ത് അതാണ്. വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാകും അൻ തഖുല്ലാഹ്. നിങ്ങളോടും നിങ്ങളുടെ മുമ്പുള്ളവരോടും നാം വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നത്. അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നത് മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ എല്ലാരോടും നമ്മളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്ത് നൽകുന്നതാണ്. അതുകൊണ്ടാണ് ഖുതുബയിലൊക്കെ നമ്മൾ ആദ്യം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. ആരെ വിളിച്ചിട്ടാ പറയുന്നത്? സത്യവിശ്വാസികളായ മുഅ്മിനുകളെ വിളിച്ചിട്ടാ പറയുന്നത് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുവിൻ എന്ന് പറയുന്നു. സഹോദരങ്ങളെ, ഇതിന്റെ യഥാർത്ഥ കാമ്പിലേക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാ നബിമാരും ജനങ്ങളോട് ആവശ്യപ്പെട്ടതാണ്. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞതാണ്, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവിൻ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ അമ്പിയാക്കളും സുപ്രധാനമായും പഠിപ്പിച്ചത് അതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹുവിനെ നമ്മൾ സൂക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഇത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും സേവിക്കേണ്ട ഔഷധം ഇതാണ്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോഴും ഇവിടത്തെ സുഖത്തിനും സൗഖ്യത്തിനും സമാധാനത്തിനും നാളെ പാരത്രിക ലോകത്ത് ഖബറിൽ ബർസഖിൽ മഹ്ശറിൽ
സിറാത്തിൽ എല്ലായിടത്തും നമുക്ക് കൈമുതലായി വരുന്ന ആത്മാർത്ഥമായ ആദർശം ഇതാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാ കാര്യത്തിലും അവൻ അല്ലാഹു പോംവഴി ഉണ്ടാക്കും. അത് ആസ്വദിക്കണമെങ്കിൽ അവന് നേരിട്ടിരിക്കുന്ന പ്രശ്നത്തിൽ അവൻ അല്ലാഹുവിനെ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതിന്റെ റിസൾട്ട് വരുമ്പോൾ അവന് മനസ്സിലാവും, ഞാൻ അല്ലാഹുവിനെ മുറുകെ പിടിച്ചപ്പോ എനിക്ക് റബ്ബ് വഴി തന്നിട്ടുണ്ട്. ഉണ്ട് പ്രിയപ്പെട്ടവരെ, പറയാൻ കഴിയും പല ആളുകൾക്കും അവനവന്റെ പ്രയാസങ്ങളെ, അവനവന്റെ ആവശ്യങ്ങളെ, അവനവന്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്നിടത്ത് അവന്റെ റബ്ബിനെയാണ് അവൻ മുന്നിൽ കൊണ്ടുപോയി വെച്ചതെങ്കിൽ തീർച്ചയായിട്ടും സൂറത്ത് തലാഖിലൂടെ പറഞ്ഞു, നിങ്ങൾ എന്നെ സൂക്ഷിച്ചാൽ നിങ്ങൾക്കുള്ള പോംവഴിയാൻ ഒരുക്കി തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അതായത് ഈ ആയത്തിനെ വിശദീകരിക്കുന്നു അദ്ദേഹം ദുനിയാവിലെയും പരലോകത്തിലെയും എല്ലാ ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്നാണ്. അവൻ സൂക്ഷ്മതയുള്ള ജീവിതം കൈവരിച്ച ചെറിയൊരു അസുഖമുണ്ട്, അതുകൊണ്ട് ശബ്ദത്തിന്റെ പ്രയാസങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. സഹോദരങ്ങളെ ആലോചിച്ച് നോക്ക്, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ ഇവിടെ മാത്രമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, എന്താ പറയുന്നത്, രണ്ടിടത്തും നിങ്ങൾക്ക് സൗഖ്യം പോംവഴി ഉണ്ടാക്കി തരും. രണ്ടിടത്തു നിന്നും നിങ്ങൾ ഇങ്ങനെ കഴിച്ചലായിട്ട് പോകും. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എല്ലാ സാഹചര്യങ്ങളിലും അവന്റെ തൃപ്തി മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ഇഹത്തിലും പരത്തിലും അവൻ പ്രതിഫലം നൽകുന്നതാണ്. അവന്റെ പ്രതിഫലങ്ങളിൽപ്പെട്ടതാണ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവന് ആശ്വാസവും തുറവിയും നൽകുക എന്നത് ഈ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു അവനെ സൂക്ഷിക്കുക പ്രിയപ്പെട്ടവർ, ഏത് ഘട്ടത്തിലും. ഇത് നമ്മുടെ മക്കളെ വരെ നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ പരമ്പരാഗതമായി ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നുറങ്ങുന്നത് പോലെ മക്കളും ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നുറങ്ങും. പരമ്പരാഗതമായി രാത്രി ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു. മക്കൾ അത് കണ്ട് രാത്രി ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു. 3 നേരം പരമ്പരാഗതമായി ഭക്ഷണം കഴിച്ചു വരുന്നു, അത് മക്കൾ ഇങ്ങനെ പഠിച്ചു. അതുപോലെ നമ്മുടെ വിശ്വാസം അവർ പഠിച്ചു വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതിന് നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട്. ഇരുന്ന് പറഞ്ഞു കൊടുക്കണം ആരാണ് റബ്ബ്. നിങ്ങൾ വിചാരിക്കും അതൊരു വെറുതെ വർത്താനല്ലേ, അതെന്ത് പറയാൻ, അതവരെ അറിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് അതിന്റെ കാമ്പും അതിന്റെ കനലും തിരിച്ചു പിടിച്ച് കാണിച്ചു കൊടുക്കുന്നത് രക്ഷിതാവിന്റെ ഉത്തരവാദിത്തമാണ്. മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം അല്ലാഹ് എവിടെയാണ്, ആരാണ് അല്ലാഹ്. ഏതൊരു ചോദ്യത്തിനും അല്ലാഹു എന്ന ഉത്തരം ഇങ്ങനെ ഓട്ടോമാറ്റിക് പറയുന്ന ഒരു കുട്ടിയല്ല അവർക്ക് വേണ്ടത്, തിരിച്ചറിഞ്ഞു പറയുന്നവനെ. അവന് ബോധ്യമുണ്ടാകണം അവന്റെ റബ്ബിന്റെ കേവലമായ ഒരു സൃഷ്ടിയാണ് താനെന്നും തന്റെ വാപ്പയെന്നും തന്റെ വെല്ലിപ്പയെന്നും അതിൽ ഏറ്റവും ചെറിയ അവസാനത്തെ കണ്ണിയാണ് ഞാനെന്നും എനിക്കൊരുപാട് പഠിക്കാനും ചെയ്യാനും ഉണ്ടെന്നുമുള്ള വിവരം രക്ഷിതാക്കളെ നമ്മൾ നൽകണം. ومن يتق الله يجعل له من امره يسرا. الله سبحانه وتعالى പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ومن يتق الله ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ يجعل له من امره يسرا. അവന്റെ കാര്യത്തിൽ അവനൊരു എളുപ്പം അല്ലാഹു ഉണ്ടാക്കുന്നു. നേരത്തെ പറഞ്ഞ ഒരു പോംവഴി ഈ ആയത്തിൽ പറയാണ്, അവന്റെ കാര്യത്തിൽ അവൻ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ ഒരു എളുപ്പം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. സുബ്ഹാനല്ലാഹ്, എത്ര ആസ്വദിച്ചോരാ പലരും. എത്ര ആളുകൾക്ക് പറയാനുണ്ടെങ്കിൽ എളുപ്പങ്ങൾ, എന്തൊക്കെ എളുപ്പങ്ങൾ അല്ലാഹു നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അവനെ സൂക്ഷിച്ചത് കൊണ്ടുള്ള പ്രതിഫലമാണ്, അവനെ സൂക്ഷിച്ചത് കൊണ്ടുള്ള പ്രതിഫലം തന്നെയാണത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇല്ലയോ വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയഉദു ലഹു അജ്റാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവനെ സൂക്ഷിച്ചാൽ അവർക്കുള്ള പ്രതിഫലം വമ്പിച്ചതാക്കി കൊടുക്കും അല്ലാഹ്. ചില്ലറ പ്രതിഫലമല്ല, മാത്രവുമല്ല എന്താ പറഞ്ഞത്, യുകഫിർ അൻഹു സയ്യിആതിഹി വയഉദു ലഹു അജ്റാ. അവന്റെ പാപങ്ങൾ അല്ലാഹു മൂടിക്കൊടുക്കുന്ന പാപങ്ങളെ ഒരാളും അറിയാതെ തന്റെ റബ്ബ് അതിന് കാവലൊന്നും അതിനെ മൂടിക്കളയും, അതിനെ മറച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ജീവിച്ചു പോകുന്നവരാ നമ്മളെല്ലാവരും. അല്ലാഹുവിന്റെ കാവലിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ ഔദാര്യവുമാണ്. അങ്ങനെ ജീവിക്കുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആരെങ്കിലും തന്റെ ഉത്ബോധനത്തെ വിട്ട് തിരിഞ്ഞു കളഞ്ഞാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒതുങ്ങിയ ജീവിതമാണ് കൊടുക്കുക. തന്റെ ഈ ഇത്രയും ആയത്തുകളെ അയാളെന്തൊക്കെ പറയാണ്,
അല്ലെ ഖുർആനിൽ അതെന്ത് പറയാനാണ് എന്ന് വിചാരിച്ചതിനെ തിരസ്കരിച്ച് കളഞ്ഞാൽ അല്ലാഹു പറയാണ് ഫഇന്ന ലഹു മഈശതൻ വൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതം ഒരു ഇടുങ്ങിയ ജീവിതമാക്കി കൊടുക്കും. എന്നിട്ട് ഖിയാമത്ത് നാളിൽ അവനെ അന്ധനായ നിലയിൽ ഞാൻ കൊണ്ടുവരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. എന്താ ഈ അഅമ? അന്ധത എന്ന് പറഞ്ഞാൽ എന്താ? അഅമ അന്തിക്കില്ല, അഅമ അൻ കിതാബില്ല, അഅമ അൻ ഹുഖുൽ വാലിദൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിയുന്നതിൽ നിന്നുള്ള അന്ധത, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിൽ നിന്നുള്ള അന്ധത, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്നുള്ള അന്ധത, തിന്മകളിൽ വീണു പോകുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നതിലുള്ള അന്ധത, എല്ലാ അന്ധതയും ബാധിച്ചവനായിട്ടാണ് അല്ലാഹു അവനെ കൊണ്ടുവരിക എന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്, ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ തിന്മയിലാണ് വീണുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് പരിഹാരം? ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ വിചാരിക്കുന്നത് കേട്ട കുത്തുകയാണല്ലോ, അറിഞ്ഞ പോയിന്റാണല്ലോ, ഇത് ശ്രദ്ധിക്കുക വേണ്ടിയത് നിർബന്ധമാണ്. ഒന്നാമതായി നമസ്കാരം നന്നാക്കുക എന്നതാണ് ഒന്നാമത്തെ. കാരണം ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിശ്ചയമായി നമസ്കാരം മ്ലേച്ഛവും മോശവുമായ സംഗതികളിൽ നിന്ന് നിങ്ങളെ കാക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമസ്കാരം ഇങ്ങനെ ലൂസായിട്ടുള്ളത് ശ്രദ്ധിച്ചോളി. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഹൈറും ബർക്കത്തും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒറ്റ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. കച്ചവടക്കാർ ശ്രദ്ധിച്ചോളി. ഒരു സ്ഥാപനം കൊണ്ട് തുടങ്ങി 5 സ്ഥാപനമുള്ളവർ ശ്രദ്ധിച്ചോളി. ഒരു സാലറി വാങ്ങിയ ആൾ 2 സാലറി വാങ്ങുന്നവരും അവരും ശ്രദ്ധിച്ചോളി. നിങ്ങൾക്ക് ഹൈറും ബർക്കത്തും വന്നിട്ടുണ്ടോ എന്നറിയാൻ ഒറ്റ ട്രിക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇതില്ലാത്ത കാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന ഇബാദത്തുണ്ടല്ലോ, നിസ്കരിച്ച നിസ്കാരം, നിങ്ങൾ ചെയ്തിരുന്ന സ്വതക്കകൾ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ച സമയങ്ങൾ, അല്ലാഹുവിന്റെ ദീന് കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന ആളുകളോടൊപ്പം നമ്മൾ ചേർന്നിരിക്കുന്ന സമയങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഇപ്പൊ അധികമുണ്ടോ? അധികം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഹൈറായിട്ടില്ല. മനസ്സിലായില്ലേ? മുമ്പ് നമസ്കരിച്ചതുപോലെ ഇപ്പൊ സ്ഥാപനങ്ങൾ കൂടി ഇപ്പൊ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനം ഹൈറല്ലോ, ആ സാലറി ഹൈറല്ല. നേരെ മറിച്ച് അന്നത്തെ പോലെ തന്നെ ഇന്നും ഞാൻ തുടരുന്നുണ്ട്, അല്ലെങ്കിൽ അന്നത്തേക്കാളും ഒരുപടി അധികം എനിക്ക് വല്ലതും ചെയ്യാനാകുന്നത് ഇപ്പോഴാണ്. ഞാൻ സ്വതക്കെല്ലാം കൊടുക്കാൻ അത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പൊ എനിക്ക് ഒരുപാട് ഉണ്ടായപ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട്. പണ്ട് വാഹനം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചില ജമാഅത്തുകളൊക്കെ പള്ളിയിൽ നിന്നല്ലായിരുന്നു, വീട്ടുന്നായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നിന്നായിരുന്നു. ഇന്നതല്ല, വാഹനമുണ്ട്, അതുകൊണ്ട് എനിക്ക് 5 നേരം പള്ളിയിൽ പോകാൻ കഴിയുന്നു. പണ്ട് കടയിൽ കാവലിരിക്കാൻ അതിന്റെ ഓണറായ എനിക്ക് തന്നെയായിരുന്നു ഡ്യൂട്ടി. ഇന്നതല്ല, സ്റ്റാഫുകളുണ്ട്, അതുകൊണ്ട് വിശ്വസ്തരായ അവരെ എനിക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ഹൈറാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ നിയാമത്തുകളൊക്കെ അതാവായിട്ടാണ്, പരീക്ഷണമായിട്ടാണ്. ഭൗതികമായ പ്രബദ്ധത വർദ്ധിച്ചപ്പോ അല്ലാഹുവിനെ മറന്നവനായിട്ട് നിങ്ങൾ മാറി എന്നതിന്റെ അടയാളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക. നല്ല ബിസിയാണ്, പഴയ സാലറി ഒന്നല്ല, അടിപൊളി സാലറിയാണ്. പണ്ടത്തെ പോലെ കേവലമായ ഒരു സ്റ്റാഫല്ല. ഇപ്പം ഞാൻ വലിയ സൂപ്പർവൈസറാണ്, ഒരുപാട് ആളുകൾ നോക്കേണ്ട വിളിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾക്ക് എന്നൊക്കെ മധുഹ് പറയുമ്പോഴും നിങ്ങളെ റബ്ബിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മെ എല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തേത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മളുടെ അകൽച്ച. ആലോചിച്ചു, കുറച്ച് ആളുകൾ ഇവിടെ ഇങ്ങനെ മേലെ നിസ്കരിക്കുമ്പോൾ കേൾക്കാറുണ്ട് സൂറത്ത് കഹ്ഫ് ഓതുന്നതും മറ്റുള്ള ആയത്തുകൾ ഓതുന്നതും. മാഷാ അല്ലാഹ്, അല്ലാഹു പ്രതിഫലം നൽകട്ടെ. ബാക്കി എല്ലാവരും അത് തുടങ്ങണം. കുറെ ആളുകൾ നേരം വൈകി വരുന്നവർക്ക് നേരത്തെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അല്ലാഹു നിങ്ങൾ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ നോക്കി എത്ര മുസ്ഹഫ് ഉണ്ട്, മേലെയും താഴെയായി എടുത്ത് ഓതണം. നമ്മൾ അറിയില്ല ഉസ്താദേ, എങ്ങനെ ഓതണം അറിയാം. നിങ്ങൾ എടുത്ത് നോക്ക്, പരിശുദ്ധ ഖുർആൻ എടുത്ത് നോക്ക്. നിങ്ങൾ ആ നോട്ടങ്ങൾക്ക് പ്രതിഫലം. നിങ്ങൾ ഓരോ അക്ഷരങ്ങൾ വായിക്കും, ഒരു അക്ഷരത്തിന് 10 കൂലിയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, വായിക്കുക, കേൾക്കുക, അർത്ഥസഹിതം പഠിക്കുക. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നമുക്ക് സമാധാനം നൽകും, ബർക്കത്ത് നൽകും, ശാന്തി നൽകുന്നതിനുള്ള രണ്ടാമത്തെ പ്രതിവിധിയാണ്. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, തിന്മയിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുക. ചില തിന്മകൾ ആളുകൾക്ക് തിന്മകളല്ല. ചില കച്ചവടങ്ങളിൽ, ചില കള്ളക്കളികൾ കൊല്ലങ്ങളായിട്ട് ചെയ്തു എന്നാണ് ഓലിക്കത് തിന്നൽ. അത് ഖത്തീബിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് അങ്ങനെ തന്നെയാണ്, എല്ലാം അങ്ങനെയാണ് എന്നൊക്കെ വിചാരിക്കുന്നവരോട് കൂടിയാണ് ഞാൻ പറയുന്നത്. എന്താണെന്നറിയോ? തിന്മകൾ ഏതാണെന്ന് തിന്മയിൽ മുങ്ങിക്കുളിച്ചോന് മനസ്സിലാവില്ല. ഓന്റെ ജീവിത ശൈലി തന്നെ ആയിരിക്കും ചിലപ്പോൾ. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് മാറണം. വലിയൊരു ഓഫർ ഉണ്ട്. അല്ലാഹു പറയാണ്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹ. ആരെങ്കിലും
ആരെങ്കിലും പശ്ചാത്തപിക്കുകയും ലമൻ താബ വആമന വിശ്വസിക്കുകയും വഅമില സാലിഹൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്താൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് അവന്റെ എല്ലാ തിന്മകളും അല്ലാഹു നന്മയാക്കി കൊടുക്കും. സുബ്ഹാനല്ലാഹ്. എന്തായി പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ തിന്മകൾ നമ്മുടെ റബ്ബ് റഹ്മാനായ റബ്ബ് നന്മയാക്കി തരുന്ന ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഇതിനേക്കാളും പ്രതീക്ഷയുള്ള ഏത് ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് റബ്ബിൽ നിന്ന്? ആലോചിച്ചു. ആരെങ്കിലും ചെയ്ത പാപങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞ് അള്ളാഹുവിനോട് പൊറുക്കൽ തേടി പിന്നീട് ഒരിക്കലും അങ്ങോട്ട് പോകില്ല തീരുമാനിച്ച് അടിയുറച്ച തീരുമാനത്തോടെ നിലകൊണ്ടാൽ അള്ളാഹുവിൽ വിശ്വസിച്ച് ചെയ്യേണ്ട ആരാധനകളൊക്കെ ചെയ്തു മുന്നോട്ട് നീങ്ങിയാൽ സൽക്കർമ്മപൂരിതമായ ജീവിതം കൊണ്ട് മുന്നോട്ട് പോയാൽ അവന്റെ തിന്മകളെ അള്ളാഹു നന്മയാക്കി കൊടുക്കും. അള്ളാഹു അത്രയും പൊറുക്കുന്നവനാണോ? അള്ളാഹു അത്രയും കരുണാനിധിയാൻ. അങ്ങനെ വരെ അള്ളാഹു പുറത്തിറങ്ങി. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് നമ്മൾ അങ്ങനെ വിട്ടു നിൽക്കുക എന്നതൊരു തീരുമാനമായി. വെറുതെ അങ്ങ് വിട്ടു നിൽക്കൽ സാധ്യമല്ല. പാപങ്ങളിൽ നിന്നും സ്വയം സുരക്ഷ ഉറപ്പാക്കണം. അതിന് നന്മകൾ വർദ്ധിക്കണം. കാരണം എന്താ? ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്. നിശ്ചയമായി നിങ്ങളുടെ നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. എല്ലാം നമ്മൾ കേട്ട ആയത്തും കേട്ട വേർഡുകളും തന്നെ പറയാനുള്ളൂ. പുതിയതൊന്നും വരാൻ കഴിയൂല ദീനിൽ. നമ്മുടെ നന്മകൾ വർദ്ധിപ്പിക്കാൻ. എന്നാ പിന്നെ ചെറിയ തിന്മകൾ വർത്താനത്തിൽ പറഞ്ഞത്, ആളുകളെ കളിയാക്കി പോയത്, പരിദൂഷണം പറഞ്ഞത്, ചെറിയ ചെറിയ സംഗതികളുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ജീവിതത്തിൽ പടർന്നു കിടക്കുന്നത്. നമ്മുടെ നന്മ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ആ തിന്മയുടെ ഡോസൊക്കെ വായിച്ചു തരും. നമ്മുടെ നന്മ ഇങ്ങനെ പൊങ്ങി നിൽക്കും, ഉയർന്നു നിൽക്കും. ഉയർന്ന ദറജയിലായിരിക്കും നമ്മളെല്ലാവരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ 30 പ്രതിഫലമാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനല്ലാഹ്. 30 പ്രതിഫലം എന്താ കിട്ടുന്നത്? അങ്ങനെ വാരിക്കോരി ഒരു മുസൽമാന് പരലോകത്ത് വിജയിക്കാനുള്ള എല്ലാ ഓഫറും അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇനിയോ സൽസ്വഭാവികളായിട്ട് ജീവിക്കുക. നല്ല സ്വഭാവം. ഏത് ഡീലിലും എതിര് നിൽക്കുന്നവര് തോന്നണം പിന്നെ ഒരു വല്ലാത്ത മനുഷ്യനാട്ടോ. എന്ത് ഡീലായ കച്ചവടം, സംസാരം, കരാറുപാട്, കടം വാങ്ങൽ, എന്ത് ഡീലും എതിർകക്ഷിയുമായിട്ടുള്ള എന്ത് ഡീലും കണ്ടാൽ പ്രിയപ്പെട്ടവരെ അവനെന്തിന് ചീത്ത പറഞ്ഞു ക്ഷമിച്ചു കളയാ. അറിയോ, ഹംസാ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ചരിത്രം പറയുന്നുണ്ട്. ആ കുന്നിൻ ചെരുവിൽ നിന്ന് അബൂജഹൽ നമ്മുടെ റസൂലിനെ, പാവങ്ങളുടെ പ്രിയപ്പെട്ട റസൂലിനെ ആക്രമിച്ചു, ഉന്തിയിട്ടു, തള്ളിയിട്ടു, കല്ലുകൊണ്ട് പരിക്കേൽപ്പിച്ചു. ഹംസ ഇസ്ലാമിലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ വിതരണപുത്രനാണ്. ഹംസാ റളിയല്ലാഹു അൻഹു വിചാരിച്ചു മുഹമ്മദ് അബൂജഹലിനെ എന്തെങ്കിലും ചെയ്യുമെന്ന്. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് പൊടിതെറ്റി ചെറിയൊരു പുഞ്ചിരിയോടുകൂടി എഴുന്നേറ്റ് പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉദാത്തമായ ക്ഷമ കണ്ടിട്ടാണ് ഹംസാ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് എന്നാണ് ചരിത്രം. സുഹൈൽ ഇബ്നു അംർ പലതവണ പറഞ്ഞതാണ്. ഹുദൈബിയ സന്ധി എഴുതുന്ന സമയത്ത് അല്ലേ, സുഹൈലിന്റെ മകൻ പിന്നെ ഉള്ളിൽ നിന്ന് വരികയാണ്, ചങ്ങലയും പൊട്ടിച്ചിട്ട്. അല്ലാഹുവിന്റെ റസൂലെ ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചതാണ്. എന്റെ വാപ്പ എന്നതാ ഈ റൂമിലിട്ട് ചങ്ങലക്കിട്ട് പീഡിപ്പിക്കുകയാണ്, എന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു അബൂജന്തൽ. റസൂൽ പറഞ്ഞു, അബൂജന്തൽ ഈ കരാറിൽ ഒരു കാര്യം എഴുതി പോയിട്ടുണ്ട്. മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകളെ 10 വർഷത്തേക്ക് മദീനത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് സുഹൈലിന്റെ ഡിമാൻഡ് ഓക്കെ എന്ന് ഞാൻ ഒപ്പിട്ടുപോയി. അതുകൊണ്ട് അബൂജന്തൽ നിങ്ങൾ ക്ഷമിക്കണം, ഈ കരാറ് പാലിക്കുക എന്നത് എനിക്ക് ബാധ്യതയുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ കരാറ് പാലനം കണ്ടിട്ട് എതിരാളിയായിരിക്കുന്ന സുഹൈൽ ഇബ്നു അംർ ഇസ്ലാം സ്വീകരിച്ചെങ്കിൽ ആലോചിക്കുക. അങ്ങനെ ഇടപാട് കൊണ്ട് ആളുകളെ സഹോദരങ്ങളെ, നമ്മളുടെ ഡീല് കൊണ്ട് ദീന് തന്നെ ആളുകൾക്ക് അറപ്പാകുന്ന ഒരു അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാ പല ആളുകൾക്കും നമ്മൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളോട് ഭയങ്കര വിരോധാണ്. മുസ്ലിങ്ങളെ തീവ്രവാദിയാക്കുന്നു, മുസ്ലിങ്ങൾ അങ്ങനാക്കുന്നു. വെറുതെ ആണോ? കുറച്ചൊക്കെ നമ്മളാക്കി കൊടുക്കുന്നതല്ലേ. നമ്മളുടെ നിലപാടും കണ്ടിട്ട് ഷോക്കടിച്ചിട്ടാണത്. എന്നാലോ എത്ര ആളുകൾ മുസ്ലിം സമുദായത്തെ പറ്റി നല്ലത് പറയുന്നുണ്ട്. നമ്മൾ ചെയ്ത എന്തൊക്കെ നന്മകൾ, ഭൗതികമായി സാമൂഹികമായ പ്രതിസന്ധികൾ വരുമ്പോ അല്ലെ, വലിയ വലിയ പരീക്ഷണങ്ങൾ വരുമ്പോ, ഭൂകമ്പങ്ങളും സുനാമികളും അതുപോലെയുള്ള പ്രളയങ്ങളും
എല്ലാം സംഭവിക്കുന്ന സമയത്ത് മുസ്ലിം സമുദായത്തിന്റെ ഉദാരത കണ്ടിട്ട് എത്ര ആളുകൾ നല്ലത് പറഞ്ഞിട്ടുണ്ട്. പറയും എല്ലാ വിഷയത്തിലും നിങ്ങൾ നല്ലതിലേക്ക് വരി, എല്ലാ വിഷയത്തിലും ജനം നല്ലത് പറയുക തന്നെ ചെയ്യും. അങ്ങനത്തെ ഒരു ആദർശമാണ് നമ്മുടെ ആദർശം. അത് നമ്മൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് മറ്റൊരു കാര്യം, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന മാനദണ്ഡത്തിൽ നിന്ന് അനുസരിക്കണം. നാട്ടുകാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാവരും അവിടെ പോകുന്നുണ്ട്, ഞാനും പോകാറുണ്ട്, പറ്റൂല. നമുക്ക് ബോധ്യം വേണം എന്താണ് അവിടെ സംഗതി, ആരാണത് കൊണ്ടുവന്നത്, ആരാത് പഠിപ്പിച്ചത്, അത് ഖുർആനിലുണ്ട്, അത് ഹദീസിലുണ്ട്, ഉള്ളതാണോ ഇല്ലാത്തതാണോ, ഭൂരിപക്ഷമൊന്നും അല്ല നോക്കേണ്ടത്. അങ്ങനെ ഒരു സംവിധാനം ഇല്ല ഇസ്ലാമിൽ. ന്യൂനപക്ഷമായിരുന്നു പല നന്മകളും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ചെയ്തവർ, ന്യൂനപക്ഷമായിരുന്നു. അതുകൊണ്ട് ആൾക്കൂട്ടത്തെ ഒന്നും നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. സത്യം എന്തോ അന്വേഷിക്കണം. നമ്മൾ അറിയേണ്ടതാണ്. നമ്മൾ കുടിക്കുന്ന ഒരു ജ്യൂസിൽ, നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൽ എത്ര നല്ല നല്ല സംഗതികൾ ഉണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുന്നതിലുള്ള സ്വാർത്ഥത പോലെ, ഒരു കളർ ഡ്രസ് നമ്മുടെ ഭാര്യ പറഞ്ഞാൽ, മകൻ പറഞ്ഞാൽ, വാപ്പ പറഞ്ഞാൽ അതെനിക്ക് ചേരുവോ ഇല്ലയോ എന്ന് സ്വാർത്ഥമായ മനസ്സോടുകൂടി ചിന്തിക്കുന്നത് പോലെ നമ്മൾ കാണുന്ന ആചാരങ്ങളിൽ ഇസ്ലാമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സ്വാർത്ഥത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. എങ്കിലാണ് നമ്മൾ യഥാർത്ഥ വഴിയിൽ നമ്മളെല്ലാവരും പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി മറ്റൊരു കാര്യം, സൽസ്വഭാവിയാവുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി സഹാബാക്കൾ വന്നിട്ട് ചോദിച്ചു ആയിഷ ബീവിയോട്, നമ്മൾ നിങ്ങളുടെ ഭർത്താവ് പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു അദ്ദേഹം വീട്ടിലും കുടുംബത്തിലും? എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തെ പറ്റി ചോദിച്ചപ്പോൾ അത് ഖുർആനായിരുന്നു. ഒന്നും പറയാനില്ല, അത്ര കണ്ടോക്കെയായിരുന്നു എന്ന് ഭാര്യ പറയും. പ്രിയപ്പെട്ടവരെ, നമ്മളെ പറ്റിയും നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ആളുകൾ നല്ലത് പറയുന്നിടത്തേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അത് ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മളുടെ അടയാളമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ജീവിത വിശുദ്ധി പാലിക്കുക. ആത്മീയമായിട്ടും ശാരീരികമായിട്ടും വ്യവസ്ഥാപിതമായിട്ടുള്ള വിശുദ്ധി നമ്മൾ ഉറപ്പുവരുത്തണം. നിങ്ങൾക്കറിയാം, ഒരു സുന്നത്താണ് താടി വളർത്തുക എന്നത്. ഒരു സുന്നത്തായിട്ട് ഒരു മനുഷ്യൻ ആചരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ മറ്റുള്ള രോമങ്ങളെ പറ്റി എന്തൊക്കെ പറഞ്ഞോ അത് ആചരിക്കുന്നിടത്തേക്ക് നമ്മൾ പോകണം. ആളുകൾ ബോധ്യം വരണം, താടി വളർത്തിക്കോട്ടെ, പക്ഷെ പാടില്ലാത്തവർക്ക് അവർ ഉപേക്ഷിക്കുന്നവരാണ്. എന്തൊരു മാന്യമായ ആദർശമാണ് പ്രിയപ്പെട്ടവർ. അവരിങ്ങനെ പൊതിഞ്ഞ് മൂടിക്കെട്ടി നടന്നോട്ടെ, പക്ഷെ അവർക്ക് ഭർത്താവിന്റെ അടുക്കൽ അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ചിന്തിക്കാൻ അവർക്ക് സാധിക്കണം. ഏതൊരു വിഷയത്തിൽ അങ്ങനെ തന്നെ അവരങ്ങനെ സദഖയെല്ലാം ചെയ്തോട്ടെ, എന്നാൽ അവർക്ക് ഉത്തരവാദിത്തപരമായ എല്ലാ സൽക്കർമ്മങ്ങളിലേക്കും അവർ വമ്പിച്ച സമ്പാദ്യങ്ങൾ ചെലവഴിക്കുന്നവരാണവർ എന്നവർക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. എല്ലാ മേഖലയിലും പ്രിയപ്പെട്ടവരെ നമ്മളുടെ ആദർശം എന്താണെന്ന് തുറന്ന് കാണിക്കാൻ പറ്റിയ ആദർശം ആർക്കും കുറവായൊന്നും വേണ്ട. മക്കളുടെ പേരിടുമ്പോൾ വരെ ജനങ്ങൾക്ക് നാണാണ്. മുഹമ്മദ് എന്നിട്ടും അബ്ദുള്ള എന്നിട്ടും ഫാത്തിമ എന്നിട്ടും നാട്ടുകാരെ മുന്നിൽ ഒരു മാപ്പിളായിട്ട് തരണ്ടാന്ന് പോകണ്ട. ഒരു പുതിയ ഡിജിറ്റൽ പേരുകളാണ്. തപ്പുകള്, നല്ല പേരുകൾ കേൾക്കുമ്പോൾ സെറ്റൊക്കെ വന്നിട്ട് നമ്മളെ പുക വരണം. ആളുകൾക്ക് ആസ്വാദനം വരണം, ഹരം കിട്ടണം, അർത്ഥം ഓന്റെ വക ഒരു അർത്ഥം കിട്ടും, എനിക്ക് പറ്റിയ അർത്ഥം കിട്ടും. ഏതെങ്കിലും കവിയോ ഏതെങ്കിലും സാഹിത്യകാരനോ കൊടുത്തൊരു അർത്ഥമായിരിക്കും. അതിന്മേൽ ഒരു സമാധാനമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞ എന്തെല്ലാം പേരുകളുടെ പ്രിയപ്പെട്ടവർ, ഒരു പേര് പറഞ്ഞ കണ്ണിന്ന് വെള്ളം വരുന്ന പേരുകൾ. ആ കഥയോർത്ത് ആ മഹാമനുഷ്യന്റെ ത്യാഗപൂർണമായ ജീവിതം കേട്ടിട്ട് കരഞ്ഞു പോകുന്ന ഹൃദയങ്ങൾ തട്ടിങ്ങിപ്പോകുന്നു പറഞ്ഞ ഖുർആനിനെ പറ്റി കേട്ടാൽ അങ്ങനെയുള്ള അമ്പിയാക്കളുടെ, സാലിഹീങ്ങളുടെ, സച്ചരിതരുടെ, സഹാബ വനിതകളുടെ തറ പേരുകളുണ്ട്. നമുക്കൊരു നാണാണ് അങ്ങനെയുള്ള പേരുകളിടാൻ, അങ്ങനെയുള്ള പേര് വീട്ടിലിടാൻ. എല്ലാത്തിനും ഒരു ബേജാറ്. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയൊക്കെ ഞാൻ മുസ്ലിമാണ് എന്ന് ഉറക്കെ പറയാനുള്ള ആർജവം നമുക്ക് പേര് കേട്ട അടുത്ത ക്വസ്റ്റ്യൻ ഉപ്പാന്റെ പേരെന്താണ്? എന്തിനാ പറയോ? ഉപ്പാനെ പരിചയപ്പെടാനല്ല, ഇത് മുസ്ലിമാണോ അല്ലയോ എന്ന് തിരിയാൻ അടുത്ത ചോദ്യം. വാപ്പന്റെ പേരെന്താ? ചില ആളുകളുടെ പേര് കേട്ട വാപ്പന്റെ പേരോട് കിട്ടിയാലും നമുക്ക് വാപ്പളാണോ മനസ്സിലാവുള്ളൂ. എന്തിനാ അങ്ങനെ ഇറങ്ങാക്കുന്നത് സമൂഹത്തിന്? സഹോദരങ്ങളെ, അതുകൊണ്ട് നല്ല പേരുകൾ പറഞ്ഞത് മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ ഒരു ജാള്യതയും ഉണ്ടാവരുത്. അതാണ് നമ്മുടെ ആദർശം. അവിടത്തേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രക്ഷിതാക്കളോട്, മക്കളോട്, കുടുംബക്കാരോട്, നാട്ടുകാരോടൊക്കെ നിലകൊള്ളേണ്ട ഒരു നിലപാടുണ്ട്.
ആ നിലപാട് നമ്മൾ തെറ്റിക്കാൻ പാടില്ല, ആ ആദരവ് നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഉളുപ്പില്ലാത്തവരായി, ലജ്ജയില്ലാത്തവരായി. ഞാൻ എന്നും പറയുന്ന വിഷയങ്ങളാണ്. അവിടേക്ക് മാറി ആദരിക്കപ്പെടണം. വയസ്സായ ആളുകൾ, പ്രായമുള്ള ആളുകൾ ആദരിക്കപ്പെടുക തന്നെ വേണം. അയാളെക്കാളും സമ്പാദ്യം നീ ചിലപ്പോൾ 10 കൊല്ലം കൊണ്ട് സമ്പാദിച്ചിട്ടുണ്ടോ? കാര്യമില്ല. അയാൾ ആദരിക്കപ്പെടേണ്ടവൻ തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ജീവിത രീതി നമ്മൾ കൊണ്ടുവന്നാൽ ജീവിതത്തിൽ മുഴുവൻ സമാധാനം നമുക്ക് ഉറപ്പാണ്. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الانسان ما لم يعلم ايها الناس اتقوا الله عباد الله اوصيكم واياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും സമാധാനമടയുന്ന സച്ചരിതരിൽപ്പെടാനും ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, 6 സ്വാദുകൾ, അറബിയിലെ അക്ഷരമായ സ്വാദ് എന്ന അക്ഷരത്തിലുള്ള 6 ഘടകങ്ങളുണ്ട്. ആ 6 ഘടകങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വിജയിക്കാനും ഏതൊരു കാര്യവും നേടിയെടുക്കാനും നമുക്ക് സാധ്യമാകും. ഒന്ന് സ്വലാത്തിന്റെ സ്വാദ്, സ്വാദ് സ്വലാത്ത്, നമസ്കരിക്കുക എന്നത് നേരത്തെ പറഞ്ഞല്ലോ. നീ നിന്റെ കുടുംബത്തെ നമസ്കരിക്കാൻ വേണ്ടിട്ട് വിളിച്ചുണർത്തുക പറഞ്ഞത് ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയാണ്, ലാ നസ്അലുക റിസ്ക നഹ്നു നർസുഖുക. നീ എനിക്ക് എന്ത് വേണ്ട, അതിന്റെ പേരിൽ ഒന്നും എനിക്ക് തരണ്ട, അതിന്റെ പേരിൽ ഒരു റിസ്ക്കും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. ഞാൻ നിനക്ക് അങ്ങോട്ട് റിസ്ക് തരാം. നമുക്ക് റിസ്ക് തരുന്ന പറഞ്ഞു നമസ്കാരം ഉണ്ടാകാൻ. നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു റിസ്ക് എത്തിക്കുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ സ്വാദ് മറക്കരുത്. സ്വാദ് സ്വലാത്ത്. രണ്ടാമത്തെ സ്വാദ് സ്വബറാണ്. സ്വബറിന്റെ സ്വാദ് ക്ഷമ. അറിയാലോ, ക്ഷമ എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും അതിന് ഗുണമാണ്. അത് എല്ലാ നന്മകൾക്കും അല്ലാഹു പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. ക്ഷമക്കെന്താ പറഞ്ഞറിയോ? കണക്കില്ലാത്ത പ്രതിഫലം. കാരണം ക്ഷമക്ക് പ്രത്യേക ഡെൻസിറ്റി ഉണ്ടാവുക അല്ലെ? സ്വന്തം കുടുംബക്കാരെ മുഴുവനും കൊന്നു തള്ളിയ, ഒരുപാട് ആളുകളെ, കൂട്ടുകാരെ കൊന്നൊടുക്കിയ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ പഞ്ചപുച്ഛ മടക്കി നിൽക്കുകയാണ്. ഏതൊരു ശിക്ഷയും ഈ മക്കയുടെ കാവലാളായ ഭരണാധികാരി പ്രഖ്യാപിക്കും. എന്ത് ശിക്ഷയായാലും അത് ഏറ്റെടുത്തേ മതിയാകുമെന്ന് വിചാരിച്ച് പേടിച്ചരണ്ട് നിൽക്കുന്നവരോട് നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ വിശാലമായ ക്ഷമ. നമ്മൾ ആലോചിച്ചു, ആരൊക്കെയാ കൊന്നത്? 2 മക്കളെ ഡൈവോഴ്സ് ആക്കി അല്ലേ? ദീർഘന്മാരെയും ദീർഘപുത്രന്മാരെയും ആക്രമിച്ചു. കൂട്ടുകാരായ ആളുകളെ എണ്ണയിലിട്ട് പൊരിച്ചു കളഞ്ഞു, വറുത്തെടുത്തു. ആളുകളെ കെട്ടിത്തൂക്കിയിട്ട് മുറിച്ച് കത്തിച്ച് കൊന്നു കളഞ്ഞു. എത്ര ആളുകളെ! അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരോടും പോട്ടെ, ക്ഷമിച്ചു. ക്ഷമക്കെന്താണ്? ഓരോരുത്തർക്കും വ്യത്യസ്ത ക്ഷമയാണ്. ചെറുതായിരിക്കില്ല. സ്വന്തം പ്രിയ പത്നിയെ ആക്രമിച്ചവർ, സ്വന്തം മക്കളെ ആക്രമിച്ചവർ, സ്വന്തം സ്വത്ത് അപഹരിച്ചവർ, എന്തൊക്കെ കേസാ നാട്ടിൽ കേൾക്കുന്നത്. ക്ഷമിക്കാൻ പറ്റൂ. അതുകൊണ്ട് ക്ഷമക്ക് അതിരില്ലാത്ത പ്രതിഫലമാണ് അല്ലാഹു. എല്ലാ ക്ഷമക്കും ഒരേ പ്രതിഫലമല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആ സ്വാദ് നമ്മൾ എല്ലാ സമയത്തും കൈമുതലാക്കുക. മൂന്നാമത്തത് സ്വാദ് സ്വതക്കയാണ്. സ്വതക്ക നിങ്ങളെ എല്ലാവിധ പാപങ്ങളെയും അത് മായ്ച്ചു കളയും. എന്തെല്ലാം ഹദീസാണ്? സ്വതക്ക അപകടത്തെ നിന്ന് തട്ടിമാറ്റും. സ്വതക്ക നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും അല്ലെ? സ്വതക്ക നിങ്ങളെ സമ്പത്തിനെ വളർത്തും. എത്രയോ സ്വതക്ക നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകണം. നാലാമത്തത് സ്വാദു സഫ്ആണ്, വിട്ടുവീഴ്ച നൽകൽ. വഅന്ന സഅത ലആതിയതുൻ ഫസ്ഫഇ സഫ്അൽ ജമീൽ. വിട്ടുവീഴ്ച നൽകുക എന്നത് അന്ത്യനാൾ എടുത്തിട്ടുണ്ട്. അതിനാൽ എല്ലാവരും വിട്ടുവീഴ്ച നൽകിക്കോളൂ. വിട്ടുവീഴ്ച നമുക്ക് അവിടെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ വിട്ടുവീഴ്ച കൊടുത്തോളൂ. അവിടെ വിട്ടുവീഴ്ച നൽകുന്നവൻ നമുക്ക് വിട്ടുവീഴ്ച തരുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഒരു സൽസ്വഭാവവും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊന്ന് സ്വാദു സിദ്ഖാണ്, സത്യസന്ധത. അലൈക്കും ബിസ്സിദ്ഖ്, സത്യസന്ധത കൈവരിക്കുക. ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, അത് നിങ്ങളെ നന്മയിലേക്ക് നയിക്കും. ഫഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ആ നന്മ നിങ്ങളെ സ്വർഗ്ഗത്തിൽ എത്തിക്കും. സത്യസന്ധന്മാരാണ്. കളവ് പറയരുത് പ്രിയപ്പെട്ടവർ. കളവ് പറയാനേ പാടില്ല. നമ്മളും നമ്മുടെ ഭാര്യയും കൂടി നമ്മുടെ മക്കളെ പറ്റിക്കാൻ വേണ്ടി ഒരു കളവ് ക്രിയേറ്റ് ചെയ്താൽ, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മളെ പറ്റിക്കാൻ ഒരു കളവ് ക്രിയേറ്റ് ചെയ്യും. നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയെ പറ്റിക്കാൻ ഒരു കളവ് ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? കളവിങ്ങനെ അവിടെ വളർന്ന് പന്തിരിക്കും. എല്ലാവരും തൊട്ടയിലും തൊട്ടിയും കളവ് പറയുന്ന അവസ്ഥ വലിയ പ്രശ്നമാണ്.
നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ചെറിയൊരു ഉദാഹരണം ധർമ്മരൂപത്തിൽ പറയാം. ബസ്സിൽ കയറിയാൽ നമ്മുടെ 12 വയസ്സുള്ള മോന് 9 വയസ്സ് ടിക്കറ്റ് എടുക്കാൻ നേരത്തെ കണ്ടക്ടർ എത്തിക്കാൻ നമ്മൾ ടിക്കറ്റ് എടുക്കൂല. അന്ന് നമ്മളെ മോന്റെ വയസ്സ് 9. ആലോചിക്ക്. കളക്ഷന് വന്നാലോ വാപ്പുണ്ടോ എന്ന് വെച്ചാൽ വാപ്പ പുറപ്പ് എവിടെയോ എന്ന് പറയാൻ ആരാ ശീലിപ്പിക്കുന്നത്? വാപ്പയും അമ്മയും ശീലിപ്പിക്കാൻ. കളവ് നമ്മൾ പഠിപ്പിക്കാൻ. കുട്ടികൾക്ക് കളവ് നമ്മൾ ബസ്സിൽ പഠിപ്പിക്കുന്നു, വീട്ടിൽ പഠിപ്പിക്കുന്നു അല്ലേ? ഓരോ എന്താ പറയാ ഓരോ കൺസെഷൻ കിട്ടാൻ വേണ്ടി പഠിപ്പിക്കുന്നു. ചിന്തിച്ചോക്ക്. പണ്ട് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി വയസ്സ് മുന്നോട്ട് തൊട്ടതിനും തോണ്ടിയതിനും ഒക്കെ ഇങ്ങനെ കളവ് വ്യാപിപ്പിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലാവരുടെയും പരസ്പര വിശ്വാസങ്ങൾ നഷ്ടപ്പെടുത്തും. നല്ലത് പറഞ്ഞാൽ പോലും സംശയം ഉണ്ടാവും, നല്ലത് പറഞ്ഞാൽ പോലും ചെക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് മുതലാളിമാരെ, തൊഴിലാളിമാരെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മക്കളെ കളവ് ജീവിതത്തിൽ വരരുത്. സത്യസന്ധനാവുക എന്നത് ചെറിയൊരു ശ്രദ്ധ മതി. അത് നഷ്ടപ്പെട്ടാൽ ചിലപ്പം 10-100 കൊല്ലം ജീവിച്ചാലും അയാളുടെ മനസ്സിൽ സത്യസന്ധനായിട്ട് പിന്നെ വരില്ല. ഈ കള്ളം തന്നെയായിരിക്കും. അതുകൊണ്ട് സത്യസന്ധത, ആ സിദ്ഖ് നമ്മൾ നിലനിർത്തുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. 6ാമത്തെ സ്വാദ് സൗമാണ്. നോമ്പറിയാലോ. നോമ്പ് അസൗമു ജുന്നത്ത്, പരിചയം. എല്ലാ കാര്യത്തിന്റെയും പ്രതിനിധി നോമ്പാണ്. സുന്നത്ത് നോമ്പുകൾ, തിങ്കൾ, വ്യാഴം, മറ്റുള്ള നോമ്പുകൾ, അയ്യാമുൽ ബീദ്, അതുപോലെ മറ്റുള്ള എല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നോമ്പുകൾ, ഇതിൽ വ്യാപൃതരാകുന്നത് നമ്മളെല്ലാവരും. അതുകൊണ്ട് വരുന്ന ക്വാളിറ്റി ചെറുതല്ല പ്രിയപ്പെട്ടവരെ. ശാരീരികമായ വ്യവസ്ഥ നന്നാക്കുക എന്നത് മാത്രമല്ല, ആത്മീയമായ വലിയൊരു വികാസം നമ്മുടെ ആദർശത്തിലൂടെ നമുക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഈ 6 സ്വാദുകൾ, സ്വാദ് സലാത്ത്, സ്വാദ് സബർ, സ്വാദ് സഫർ, സ്വാദ് സിദ്ഖ്, അതുപോലെ തന്നെ സ്വാദുൽ ഇത് നമ്മളെല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെ സൽസ്വഭാവികളായി സമാധാനമുള്ളവരായി ജീവിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. توفنا مسلما وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد.